പോകാം. ഫെലിക്സ്, വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലമാണ് കോഴിക്കോട് ഈ പുതിയ ബസ് സ്റ്റാൻഡ്. അവിടെയാണ് ഇത്തരമൊരു ദുരന്തം സംഭവിച്ചത്. ഇപ്പോൾ ആ ദുരന്തമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായി കഴിയുമ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും വരും. എന്ത് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നത് എന്താണ് ഈ ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ബോധ്യപ്പെട്ടു വരുന്നത്? ദിവിഷ, കഴിഞ്ഞ ഈ അടുത്തിടെ കേരളത്തിൽ ഇതുവരെയും കാണാത്തത്ര വലിയ തീപിടുത്തമാണ് കോഴിക്കോട് നഗരഹൃദയത്തിൽ നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് പുലർച്ചെ 5 മണി വരെയും തീ ഇവിടെ നമുക്ക് ദൃശ്യമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ദൂരെ നിന്നുള്ളൊരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ദൂരെ നിന്നുള്ള ദൃശ്യത്തിൽ നിന്നും എത്രമാത്രം വ്യാപ്തിയുള്ള തീപിടുത്തമാണ് അവിടെ ഉണ്ടായത് എന്ന് വളരെയധികം വ്യക്തമാകുന്നുണ്ട് എന്നതാണ്. അതായത് ഈ പറയുന്ന ബസ് സ്റ്റാൻഡിലുള്ള ഈ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൻ്റെ ഒരു നില മാത്രമല്ല 2 നിലകളും പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഏറ്റവും മുകളിലത്തെ നില അത് മീറ്ററുകൾ ദൂരമുള്ള അത്രയും നീളമുള്ളൊരു കെട്ടിടമാണ്. അതിൻ്റെ മുകൾ വശം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴത്തെ നിലയും കത്തി നശിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് തീപിടുത്തത്തിന് കാരണം എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഉറപ്പായിട്ടും അവിടെ എന്താണ് ഷോർട്ട് സർക്യൂട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ എന്നതിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അടക്കം ഇവിടെ എത്തി അല്പസമയത്തിന് പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ അക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയൂ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇത് ഇങ്ങനെയൊരു അതായത് പൂർണ്ണമായും ഈ തകരപ്പെട്ടി കൊണ്ട് കെട്ടി അടയ്ക്കപ്പെട്ടൊരു കെട്ടിടം, അതിനുള്ളിൽ അതിൻ്റെ വരാന്തി അടക്കം കെട്ടിയടച്ച ഒരു കെട്ടിടം, ആ കെട്ടിടത്തിലൊരു തീ പിടിച്ചാൽ എങ്ങനെ തീ അണയ്ക്കാൻ കഴിയും എന്നൊരു ചോദ്യമുണ്ട്. ഇതിനുള്ളിലേക്ക് വെള്ളം ചീറ്റാൻ പോലുമുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല, അതിനുള്ള വിടവുകളൊന്നും ഉണ്ടായിരുന്നില്ല, വെന്റിലേഷൻ സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പൂർണ്ണമായും അടച്ച് വെച്ച ഒരു കെട്ടിടത്തിനുള്ളിലാണ് തീ പടർന്നത്. അതുകൊണ്ട് വലിയ വെല്ലുവിളി തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വന്നു ഇവിടെ എത്തിയ ശേഷം. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ, അതായത് പരിശോധനയൊന്നും നടത്തേണ്ടതില്ല, നമ്മൾ വഴിയിൽ കൂടെ പോകുമ്പോൾ നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാകും ഈ കെട്ടിടത്തിൽ എത്രമാത്രം നിയമലംഘനങ്ങളുണ്ട്. ഇങ്ങനെയൊരു കെട്ടിടം പൂർണ്ണമായും അടച്ചിട്ടൊരു കെട്ടിടത്തിൽ തീ പിടിച്ചാൽ അത് തീ അണയ്ക്കാൻ കഴിയില്ല എന്ന് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് പോട്ടെ സാധാരണക്കാരായ ഒരാൾക്ക് ഈ വഴിയിലൂടെ പോകുമ്പോൾ അത് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അങ്ങനെ കൺമുന്നിൽ ഈ നിയമലംഘനം കണ്ടിട്ടും കോർപ്പറേഷനോ ഫയർ ആൻഡ് റെസ്ക്യൂ ഒരു നടപടിയും എടുത്തില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ കൺമുന്നിൽ കാണുന്ന നിയമലംഘനങ്ങളാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കെട്ടിടത്തിന്, അതായത് ആ കെട്ടിടത്തിൽ എക്സ്ട്രാ ആയി, അതായത് അതിന് കൂടുതൽ നിർമ്മാണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏത് ചട്ടം ലംഘിച്ചാണോ നിയമം ലംഘിച്ചാണോ അല്ലെങ്കിൽ നിയമപരമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരുത്തേണ്ട കോർപ്പറേഷനാണ്. പക്ഷേ മേയർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പൂർണ്ണമായും കൈയൊഴുകിയാണ്. അത് സംബന്ധിച്ച് പരിശോധന നടത്താം, പഴയ കെട്ടിടമല്ല എന്ന് പറഞ്ഞ് കൈയൊഴുകിയാണ് മേയർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ തന്നെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും വലിയ തീപിടുത്തമാണ് നടന്നത്. തീപിടുത്തത്തിൻ്റെ വ്യാപ്തി ഇത്രത്തോളം വർദ്ധിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ഫയർഫോഴ്സ് ആദ്യമെത്തിയ ഈ പറയുന്ന ബീച്ചിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റാണ് ആദ്യം എത്തിയത്. ആ യൂണിറ്റ് ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ വെള്ളം തീർന്നു പോകുന്നു. പിന്നീട് മറ്റ് 2 യൂണിറ്റുകൾ വെള്ളിമാട് കുന്നിൽ നിന്നും മീൻ ചന്തയിൽ നിന്നും എത്തണം. അപ്പോൾ വലിയ രീതിയിൽ ബ്ലോക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഇവിടേക്ക് എത്തുമ്പോൾ താമസിച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ തീയുടെ വ്യാപ്തി കൂടി അത് അണയ്ക്കുന്നതിൽ, തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വെല്ലുവിളിയായി എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയും. ഏതായാലും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. വലിയ തീപിടുത്തം, അതിൽ അനാസ്ഥയുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ. ഫെലിക്സിലേക്ക് തിരികെ വരാം. വ്യത്യാസം എല്ലാവരും നമുക്കൊപ്പം വിവരങ്ങളുമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു എന്നതാണ്. ഏറ്റവും ഈ നിയമലംഘനങ്ങളുടെ ഒരു മൊത്ത വിൽപ്പന കേന്ദ്രമായി ഈ കോഴിക്കോട്ടെ പുതിയ ബസ് സ്റ്റാൻഡ് മാറി എന്നതാണ് ഇപ്പോൾ ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്.